ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. കൂട്ടായ്മയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തെ പോലെ ആയിരുന്നിട്ട് ദൈവത്തിൻ്റെ സമാനത നിലനിർത്താൻ ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ തന്നെ ശൂന്യനാക്കി. സ്നേഹമുള്ളവരെ, നമ്മൾ ഏതെല്ലാം മേഖലകൾ വ്യാപരിച്ചാലും ആ മേഖലകളിലൊന്നും അതൊരു വലിയ കാര്യമായി അവൻ കണക്കിലെടുത്തില്ല. മറ്റുള്ളവരുടെ കാര്യം പരിഗണിച്ച് തന്നെ ശൂന്യനാക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിലും നമ്മളെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ച് മുന്നേറുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ത്രിയേക ദൈവം നമ്മളെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.